പത്തനംതിട്ട കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണി പ്ലാച്ചേരിക്കെതിരെ വോട്ട് ചെയ്യാൻ ഉണ്ണി പ്ലാച്ചേരിക്ക് തന്നെ വിപ്പ് നൽകി കോൺഗ്രസിന്റെ ചെക്ക്. LDFിലേക്ക് കൂറുമാറിയെങ്കിലും ഉണ്ണി പ്ലാച്ചേരിയെ പുറത്താക്കാതെ തന്ത്രപരമായ സമീപനമാണ് UDF സ്വീകരിച്ചത്. UDF സ്ഥാനാർത്ഥിയായി ജയിച്ച് 1.25 വർഷത്തിനു ശേഷം ഭരണം അട്ടിമറിച്ച് LDFിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റായെങ്കിലും UDF ഉണ്ണി പ്ലാച്ചേരിയെ പുറത്താക്കിയില്ല. നിലവിൽ കൂറുമാറിയതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനു മുൻപാകെ ഉണ്ണി പ്ലാച്ചേരിക്കെതിരെ കേസും നിലവിലുണ്ട്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ ഉണ്ണി പ്ലാച്ചേരി വിപ്പ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് UDFിന്റെ വാദം. എന്നാൽ ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോഴും വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോഴും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇടത് അംഗങ്ങളും പങ്കെടുത്തില്ല. താൽക്കാലിക ചാർജ് കൊടുക്കാനുള്ള ശ്രമം നടത്തിയതോടുകൂടി LDF പാർലമെന്ററി പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തത്. ഇവിടുത്തെ ഭരണപരാജയം ഒഴിവാക്കുന്നതിനും കെടുകാര്യസ്ഥത ഒഴിവാക്കുന്നതിനും വേണ്ടി പുതിയ ഒരു ഭരണ നേതൃത്വം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു അവിശ്വാസം നോട്ടീസ്. പത്തനംതിട്ട ജില്ലയിൽ UDF തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും UDFിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്ന കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ LDF പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും UDF കോയിപ്രം ബ്ലോക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ ലാലു തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.